السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, ഷമീമെ മദീന അതിൻ്റെ വേണ്ടപ്പെട്ട മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫളല് കൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കാണുന്ന, കേൾക്കുന്ന, പ്രചരിപ്പിക്കുന്ന, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന, ദുആ ചെയ്യാൻ പ്രത്യേകം കമന്റിലൂടെ പറയുന്ന, സന്തോഷങ്ങൾ പറയുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, മുഹിബ്ബീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷം നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്കും ഉപ്പാക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളാക്കിയത് ഞങ്ങളെ ഉപ്പയാണ്, ഉമ്മയാണ്, ഉസ്താദുമാരാണ്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഷമീമെ മദീന ഇത് ആദ്യമായി ചില ആൾ കാണുന്നവരായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ചില മുഹിബ്ബീങ്ങൾ ചോദ്യം ചോദിച്ചത്. പഠിക്കുന്നവരുണ്ട്, മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർത്തവകാരി, ഹൈളുകാരി, അവർ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത 5-6 കാര്യങ്ങൾ. അത് എന്തൊക്കെയാണ്? അത് നമ്മൾ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്, ഹൈലുള്ള ആർത്തവകാരി അവള് ഹൈലുള്ളതായ സമയത്ത് വുളൂ ചെയ്യാൻ വേണ്ടി പാടില്ല, നിഷിദ്ധമാണ്. വുളൂ സഹിയാവുകയില്ല, വുളൂ ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ സാധാരണ വുളൂ എടുക്കാറുണ്ട്, കിടക്കുമ്പോൾ വുളൂ എടുക്കാറുണ്ട്, മറ്റുള്ള കാര്യത്തിന് വുളൂ എടുക്കാറുണ്ട്, സുന്നത്തായ കാര്യം വുളൂ എടുക്കാറുണ്ട്. ആർത്തവകാരി വുളൂ ചെയ്യാൻ വേണ്ടി പാടുള്ളതെല്ലാം വിശദീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ കുളിക്കാറുണ്ടല്ലോ. കുളിക്കുന്ന സമയത്ത് കുളിക്ക് മുമ്പ് വുളൂ എടുക്കൽ എന്താണ്? സുന്നത്താണ്. കുളിയുടെ മുമ്പ് വുളൂ എടുത്തിട്ട് ശേഷം കുളിക്കൽ സുന്നത്താണ്. അത് ആർത്തവകാരിക്കും നല്ലതാണ്. രണ്ടാമത്, ആർത്തവകാരി ചെയ്യാൻ വേണ്ടി പറ്റാത്തത് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് നോൽക്കാൻ വേണ്ടി പറ്റൂല, തവാഫ് ചെയ്യാൻ പറ്റൂല, സുജൂദ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ കാര്യം, ഖുർആൻ തൊടാൻ പറ്റൂല, ഖുർആൻ ചുമക്കാൻ പറ്റൂല, ഖുർആൻ മനപ്പാഠമായി ഓതാനും പറ്റൂല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഖുർആൻ അതിനെ ചില ആളുകൾ തോല് കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ, തുണിന്റെ മേലോ കുടയുടെ മേലോ അല്ലെങ്കിൽ ബാഗിന്റെ മേലെ ഇങ്ങനെ പൊയിഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് വെക്കാറുണ്ട്. ഞാൻ മുസാഫ് തൊടുന്നില്ല, അതിന്റെ കവർ, മുസാഫിനെ സൂക്ഷിക്കുന്ന കവറുണ്ടല്ലോ, അതിനെ പോലും തൊടാൻ വേണ്ടി പാടില്ല. അതും ഹറാമാണ്. പ്രിയപ്പെട്ടവരെ, അതൊന്ന് നമ്മൾ ചിന്തിക്കണം. ആർത്തവകാരി പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പോലും ഓതാൻ വേണ്ടി പാടില്ല, ഒരുപാട് ആയത്തുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇത് ദുആണ്, പ്രധാനപ്പെട്ട ദുആണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അധികരിച്ച ദുആവും ഇതായി. ഈ ദുആ പോലും ആർത്തവകാരിക്ക് ചെയ്യാൻ പാടില്ല, എപ്പോ ചെയ്യാൻ പാടില്ല. ഖുർആൻ എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പോലും ഓതാൻ പാടില്ല.
പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അങ്ങനെ ചില കാവലിന്റെ ആയത്തുണ്ട്, ആയത്തുൽ കുർസിയുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ ഓതാറുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ കാവലുണ്ട് എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഖുർആനിന്റെ ഉദ്ദേശമല്ല, ദിക്റിന്റെ ഉദ്ദേശത്തിൽ ഓതുന്നതിലേക്ക് വിരോധമില്ല. ഖുർആനിന്റെ ഉദ്ദേശത്തിൽ ഓതാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ പതിവായി ഹദ്ദാദ് ഓതാറുണ്ടല്ലോ. ഹദ്ദാദിൽ ഒരുപാട് ദിക്റുകളുണ്ട്, ആയത്തുകളുണ്ട്. ആയത്തുൽ കുർസിയുണ്ട്, ആമന റസൂലുണ്ട്. അത് ഓതുന്ന എനിക്ക് വിരോധമില്ല. ഓതുമ്പോൾ ദിക്ർ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഓതേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഓതൽ വിരോധമില്ല. നാലാമത്തെ കാര്യം, മുടി, നഖം, അതുപോലെ അങ്ങനെയുള്ള വസ്തുക്കൾ നീക്കാൻ വേണ്ടി പാടില്ല. അത് നീക്കം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യം. അതിനെ എന്തു ചെയ്യണം? ചില ആളുകൾ ആർത്തവകാരി അല്ലെങ്കിൽ നിഫാസകാരി, അങ്ങനെ ചില മുടി കൊഴിഞ്ഞാൽ, മുടി വീണാൽ, അല്ലെങ്കിൽ നഖം മറന്നുപോയി എടുത്തതാണ്, എന്നാൽ അതിനെ സൂക്ഷിച്ചിട്ട് മുകളിൽ വെക്കാറുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനെ കുഴിച്ചു മൂടാറുണ്ട്. അതിനെ സൂക്ഷിച്ച് വെക്കേണ്ടതല്ല വേണ്ടത്. അങ്ങനെ വീണാൽ തന്നെ, അറിയാതെ എടുത്താൽ തന്നെ അതിനെ മണ്ണിൽ പോലത്തെ കുഴിച്ചു മൂടൽ സുന്നത്ത് നിർബന്ധമാണ്. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർതാണ് സുന്നത്ത്, ആർതാണ് നിർബന്ധമാണെന്ന് ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെയുള്ള മുടി കൊഴിഞ്ഞാൽ നഖം അറിയാതെ എടുത്ത് ആർത്തവകാരി, എന്നാൽ അതിനെ സൂക്ഷിച്ചിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അത് അപ്പോൾ തന്നെ കുഴിച്ചുമൂടാ. പ്രിയപ്പെട്ടവരെ, അതിനെ കുളിപ്പിക്കണോ കഴുകണോ ഒരു ആവശ്യവുമില്ല. പ്രിയപ്പെട്ടവരെ, ആർത്തവകാരി ഇങ്ങനെയുള്ള നഖമോ മുടിയോ കരുതി കൂട്ടിട്ട് ഇങ്ങനെ അറിയാതല്ല നീക്കിയാൽ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആഖിറത്തിൽ അത് അശുദ്ധിയായി തന്നെ അത് വരികയും എന്നെ കുളിപ്പിച്ചിട്ടില്ല, എന്നെ കഴുകിയിട്ടില്ല എന്ന് നാളെ മഹ്ശറയിൽ പറയും. ഗൗരവം തന്നെ പ്രിയപ്പെട്ടവരെ. നഖമോ മുടിയോ ഒന്നും നീക്കം ചെയ്യാൻ വേണ്ടി പാടില്ല. അഞ്ചാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യം ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റാത്തത്, ആർത്തവകാരി സുബഹി ബാങ്കെല്ലാം കൊടുത്ത് അതിനുശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ചില ആള് കിടന്നുറങ്ങാറുണ്ട്. ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി ഒരിക്കലും പറ്റൂല. കിടന്നുറങ്ങിയാൽ റിസ്ഖിനെ, ഭക്ഷണത്തിനെ, അവന്റെ ബിസിനസ്, അവന്റെ ജോലി, അവന്റെ എല്ലാ കാര്യത്തിനെയും, സാമ്പത്തികമായിട്ടുള്ള അവന്റെ എല്ലാ ബർക്കത്തിനെയും എല്ലാത്തിനെയും തടഞ്ഞു കളയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉറങ്ങിയാൽ ദാരിദ്ര്യമുണ്ടാവും. ഇത് ആർത്തവകാരി ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യമാണ്. ഉറങ്ങാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആർത്തവകാരിയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ നിൽക്കുന്നതിന് വരെ അതിൻ്റെ ഇടയിൽ ഭക്ഷണങ്ങൾ, റിസ്ഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഹരി ചെയ്യുന്നതായ ദിവസമാണ് സുബഹിന്റെ സമയം. ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പാടില്ല. പ്രിയപ്പെട്ടവരെ, ആർത്തവകാരിക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചോദിച്ച് പഠിക്കുക എന്നുള്ള ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ കമന്റ് ഇങ്ങനെ ചോദിച്ച് പഠിക്കുക. അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യം പറയാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പറയുവാനും അത് കേൾക്കുവാനും നിങ്ങൾക്ക് അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.